പെൺകുട്ടികളുടെയും വളരെ വലിയ സന്തോഷമാണ് അമ്മയാവുക എന്നുള്ളത്. വിവാഹം കഴിഞ്ഞ അടുത്ത മാസം തൊട്ട് തുടങ്ങും വിശേഷമായില്ലേ എന്ന്. ഒത്തിരി പെൺകുട്ടികൾ നേരിടുന്ന ഒരു പ്രശ്നമാണ് കുട്ടി ഉണ്ടാകാതെ ഇരിക്കുക എന്നുള്ളത്. പലരും ധൈര്യസമേതം പുറത്തേക്ക് വന്ന് പറയാത്ത ഒരു കാര്യം അവർക്ക് എന്തെങ്കിലും ട്രബിൾ ഉണ്ടോ എന്നാണ്. മാക്സിമം അവർ ആണുങ്ങൾക്കാണ് ട്രബിൾ എങ്കിൽ പോലും പെണ്ണുങ്ങളെ മാത്രം കുറ്റപ്പെടുത്തുന്ന ഒരു രീതി നമ്മുടെ സൊസൈറ്റിക്കുണ്ട്. ഈ പറയുന്ന ഒരു വേർഡ് ഉണ്ടല്ലോ, മച്ചി, ആ ഒരു ടൈമിൽ സത്യം പറഞ്ഞാൽ അത് വളരെ ഭീകരമായ ഒരു വൃത്തികെട്ട ടൈമാണ്. ഒരിക്കലും പറയാൻ പാടില്ലാത്ത മോശപ്പെട്ട ഒരു സംഗതിയാണ്. ഇപ്പോൾ സീതത്തോട് ദീപ്തി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ധൈര്യപൂർവ്വം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ധൈര്യം വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100% വേണം. കാരണം നമ്മൾ തമ്മിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു തെറ്റിലുണ്ടായി കഴിഞ്ഞാൽ മോശപ്പെട്ട രീതിയിൽ അവളെ അവഹേളിക്കാൻ ആ വേർഡ് ഉപയോഗിക്കാൻ പറ്റും എന്ന തിരിച്ചറിവുണ്ടായിട്ട് പോലും എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എൻ്റെയാണ് പ്രശ്നമെന്ന് തുറന്നു പറയുന്ന ദീപ്തിയോട് ഭയങ്കര റെസ്പെക്റ്റ് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ ചെയ്തു വെക്കുന്നത്, ഷെയർ ചെയ്യുന്നത്. ആ പെൺകുട്ടിക്ക് എന്തോ ഓവുലേഷൻ ട്രബിളോ അത് പറയുന്നതിൻ്റെ ടെക്നിക്കൽ വശമൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ട്രീറ്റ്മെൻറ്റിന് എറണാകുളത്ത് വന്നിട്ടുണ്ട് എന്ന രീതിയിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയ്ക്കകത്ത് അതിൻ്റെ പൂർണ്ണ രൂപമുണ്ട്. ശരിയാണ്, ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാര്യം വിശദീകരിക്കുന്നുണ്ട്. പലരും മടിച്ചു നിൽക്കുന്ന, ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ ബാക്ക് അടിക്കുന്ന, പൈസ ഇല്ല എന്ന് പറയുന്ന ഒരു ഭാഗമാണ് അവൾ വളരെ വിശദീകരിച്ച് അവളുടെ ടൈം ലൈനിൽ കൂടെ പറഞ്ഞിട്ടുള്ളത്. എന്തിനാണ് ഞാനിപ്പോൾ ഈ വിഷയം എടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരാളുടെ ഒരു വീഡിയോ കാണാനിടയായി. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ആരു നമ്മുടെ പ്രിയ ചേച്ചിനെ കൊയിലാണ്ടി കണ്ട നീ എന്നാ ചെയ്യടേ? ഓടി പിടിച്ചൊരു പ്രിയ ചേച്ചി, നിങ്ങൾ നാട്ടിൽ വരുന്ന സമയത്ത് ഞാനും ഉണ്ടാവും, ഇവനും ഉണ്ടാവും, ഇവന്റെ അമ്മയും ഉണ്ടാവും കേട്ടോ. ഇതൊക്കെ നാട്ടിൽ വെച്ചിട്ട് ഒരു മാല സ്വീകരണം ഞാനത് തരുക. നിന്റെ ക്യാൻസർ രോഗത്തിനുള്ള ഒരു മരുന്നിന്റെ കയ്യിലുണ്ട്, മച്ചി പശു. ഞങ്ങളുടെ നാട്ടിലേക്കൊക്കെ മച്ചി എന്ന് പറയല് പ്രസവിക്കാത്ത ആൾക്കാർക്കാ. എടി, ഒരു സ്ത്രീ ആയാൽ അറ്റ്ലീസ്റ്റ് ഒരു കുഞ്ഞിനെങ്കിലും ജന്മം കൊടുക്കാൻ പറ്റണം. നിന്നെ ദൈവം ഒരു കുഞ്ഞിനെ ജന്മം നൽകാൻ സമ്മതിക്കാതെ ക്യാൻസർ തന്ന് ശിക്ഷിച്ചിട്ട് പോലും ഏതായാലും രോഗം അവക്കില്ല എന്ന് പറയുമ്പോൾ കുട്ടികളുണ്ട് എന്ന് പറഞ്ഞ് കാണിക്കാനുള്ള ഗതികേട് നോക്കില്ലല്ലോ. അത് മതി നീട്ടി. വളരെ നല്ല സ്വഭാവമുള്ള നല്ല കുട്ടിയാണ്. ആ കുട്ടി പറഞ്ഞത് കേട്ടില്ലേ നിങ്ങൾ? ഒരു സ്ത്രീയെ അവഹേളിക്കുന്നതിൻ്റെ ഒരു ലെവലാണ് കണ്ടത്. കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ട് കാര്യമുണ്ട്. എന്താണ് ഈ സ്ത്രീയുടെ മനോഘടനയെന്ന് ആലോചിച്ച് നോക്കിക്കാണ്. ദൈവഭയമോ അല്ലെങ്കിൽ കർമ്മഫലമോ ഒന്നിനെ പറ്റി ഒരു ഭയവും ഇല്ലാത്ത ഒരു പ്രത്യേകതരം ജീവിയായിട്ട് നിങ്ങൾക്ക് തോന്നില്ലേ? വെറുപ്പും പുച്ഛവും അറപ്പും മാത്രമാണ് എനിക്ക് സ്ത്രീയോടുള്ളത്. എത്ര പറഞ്ഞാലും പഠിക്കാത്ത ഒരു മൃഗമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്തൊക്കെയാണ് ആ കുട്ടിയെ പറയുന്നത്? ഞാൻ ഇത് പ്രിയയോട് ചോദിച്ചിരുന്നു, പ്രിയയ്ക്ക് ഈ പേരൊക്കെ പറയുന്നുണ്ടല്ലോ, ഈ ഡീറ്റെയിൽ ഉണ്ടല്ലോ, എന്തുകൊണ്ട് പ്രിയ ആക്ഷൻ എടുക്കുന്നില്ല എന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയ പോലീസ് സ്റ്റേഷനിൽ പോയാൽ പോലീസ് തിരിഞ്ഞു നോക്കാറില്ല. എന്താണെന്ന് അറിയത്തില്ല, അവരിത് മൈൻഡ് ചെയ്യാറില്ല. പേരില്ല എന്നുള്ളതാണ് ശരിയാണ്. പ്രിയയുടെ പേര് മറ്റൊരു പേര് വെച്ചാണ് അവർ ഉപയോഗിക്കുന്നത്. മാത്രവുമല്ല, അവനും അവളും കൂടെ ഇരുന്ന് ഈ അവഹേളനം അത്രയും നടത്തുമ്പോൾ ഞാൻ അവിടുത്തെ നാട്ടുകാരോട് ചോദിക്കുന്നത്, നിങ്ങളും ഇത്രയും മനസാക്ഷി ഇല്ലാത്തവരാണോ? ഒരാൾക്കും ഇതൊന്നും ചോദ്യം ചെയ്യണമെന്ന് തോന്നുന്നില്ലേ? ഞാൻ കോഴിക്കോടിനെ പറ്റി വല്ലതും പറയുമ്പോഴോ കൊയിലാണ്ടിയെ പറ്റി വല്ലതും പറയുമ്പോഴോ എന്നെ അടിക്കാൻ കയറുന്നവരല്ലേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ ഇതുപോലൊരു വൃത്തികെട്ട സ്ത്രീ ഇങ്ങനെ നിരന്തരം വരുന്നു, ഒരു ദിവസം 2 ദിവസം നമുക്കൊരു ദേഷ്യത്തിൻ്റെ പുറത്ത് നമ്മളൊന്ന് പറഞ്ഞു എന്ന് വയ്ക്കാം, നിരന്തരം ഇത് തന്നെ ആവർത്തിക്കുമ്പോൾ ആ സ്ത്രീക്ക് നേരിടുന്ന ഒരു അപമാനം ഒന്ന് ആലോചിച്ച് വയ്ക്കുകയാണ്. മറ്റുള്ളവരെന്ത് പറയുന്നതിനപ്പുറം നെഞ്ചിൽ കുത്തുനാണൊക്കെ ഉണ്ടാവത്തില്ലേ? കുഞ്ഞുണ്ടാകാതിരിക്കുക എന്ന് പറയുന്നത് ഒരു ക്രൈമാണോ? അതാണ് ഞാൻ നേരത്തെ സീതത്തോട് ദീപ്തിയുടെ കാര്യം പറഞ്ഞത്. അവൾക്കത് ധൈര്യസമേതം എന്ന് പറയാനുള്ള ധൈര്യമുണ്ടായി. ആ ധൈര്യം ഓരോ പെണ്ണുങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് എനിക്ക് പറയാനുള്ളൂ. നമുക്കാണ് പ്രശ്നം. നമുക്കിങ്ങനെ ഒരു ഓവുലേഷൻ ട്രബിൾ ഉണ്ട്, അതുകൊണ്ട് കുട്ടി ഉണ്ടാകുന്നതിന് ഡിലേ ഉണ്ട്, ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, IVF ട്രീറ്റ്മെൻറ്റ് എടുക്കണം എന്നൊക്കെ വന്ന് ധൈര്യപൂർവ്വം അവൾക്ക് പറയാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഈ പെൺകുട്ടിയെ ഈ ഒരു കാര്യം പറഞ്ഞ് നിരന്തരം അവഹേളിക്കുന്ന ഇവൾക്കെതിരെ ആക്ഷൻ എടുക്കാൻ ആരുമില്ലേ? നിങ്ങൾക്ക് ആർക്കും ഒന്നും തോന്നുന്നില്ല? ഇതൊക്കെ കേട്ടിട്ട് മിണ്ടാതിരിക്കാനാണോ തോന്നുന്നത്? അറിഞ്ഞൂടാത്തോണ്ട് ചോദിക്കുന്നതിന് ഇവളെ ഇത്രയധികം തുടിച്ചഴകാനുള്ള ഒരു റീസൺ നിങ്ങളൊക്കെ തന്നെയല്ലേ? ആ നാട്ടിലെ ജനങ്ങൾ, നിങ്ങൾ സ്ത്രീകൾ കാണുന്നുണ്ടെങ്കിൽ ആ നാട്ടിലുള്ള സ്ത്രീകൾക്ക് ഇതിന് മറുപടി പറയണമെന്ന് തോന്നുന്നില്ലേ? ഈ കൊയിലാണ്ടി ഉള്ള പെണ്ണുങ്ങൾക്കൊന്നും ഇതിന് മറുപടി കൊടുക്കണമെന്ന് തോന്നുന്നില്ലേ? ഇതാണോ ന്യായം? 24 മണിക്കൂർ മച്ചി മച്ചി മച്ചി. എന്താണ് മച്ചി? ഇവളെന്താണ് ഉദ്ദേശിക്കുന്നത് മച്ചി എന്നതുകൊണ്ട്? എന്താണ്? ഒരു സ്ത്രീയുടെ ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു പോർഷനാണത്. നമുക്കൊരു അസുഖം വരിക, അല്ലെങ്കിൽ നമുക്കില്ലായ്മ വരിക, ആ ഇല്ലായ്മയെ കുത്തി കാണിച്ചുകൊണ്ട് ഒരാളെ മെൻ്റലി ഡിസ്ട്രാക്റ്റ് ചെയ്യാൻ ഒരു സ്ത്രീ നിരന്തരം ചെയ്യുന്ന ഒരു വേർഡ് ഒന്ന് ചോദ്യം ചെയ്യാൻ ആ നാട്ടിൽ പോലും ആരുമില്ലേ?
തിരുവനന്തപുരത്തായിരുന്നെങ്കിൽ അവളെ വീട്ടിൽ കയറി പൊട്ടിച്ചിട്ടുണ്ടാവും. അതിൽ വരുന്ന കേസ് അങ്ങേക്കും. അതിന് വൃത്തികെട്ടൊരു വിഷ ജന്തു ഇരുന്നു കൊണ്ട് നിരന്തരം പറയുന്നു. എത്ര കളവുകളാണ് ആ സ്ത്രീ പ്രചരിപ്പിച്ചത്. ഇതൊക്കെ നമ്മൾ വന്ന് പബ്ലിക്കിൽ പറഞ്ഞിട്ട് പോലും ചോദ്യം ചെയ്യാൻ പറ്റാത്ത തക്കവണ്ണം ഇങ്ങനെ കയറൂരി വിടുന്നത്. നിങ്ങൾ കൊയിലാണ്ടിക്കാർ മാത്രമല്ലേ ഉള്ളൂ. ഒരല്പം ഉളുപ്പുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ മനുഷ്യരാണോ? അറിയാത്തോണ്ട് ചോദിക്കുന്നതാണ്. നമുക്ക് ഇതിനൊക്കെ ഇവിടെ മാർഗമുണ്ട്. ആ കുട്ടി ഓപ്പണായി പറഞ്ഞു, എനിക്ക് തീരെ നിവൃത്തിയില്ല, എനിക്ക് ചികിത്സിക്കാൻ എൻ്റെ കയ്യിൽ പണമില്ല, ഞങ്ങൾ വല്ലാത്തൊരവസ്ഥയിലാണ്, ദാരിദ്ര്യത്തിലാണ്, പക്ഷെ ഞങ്ങൾക്ക് ഭിക്ഷ എടുക്കാൻ താല്പര്യമില്ല. കണ്ണൻ്റെ ചിത്രം വരയ്ക്കുന്നു, അത് വിൽക്കുന്നു എന്ന്. കണ്ണൻ്റെ ചിത്രം അവൾ വരയ്ക്കുമ്പോൾ അത് വിൽക്കുമ്പോഴും ജസ്നയ്ക്ക് എന്തിനാണ് നോവുന്നത്? ജസ്ന ആരാണ്? എന്താണ് ജസ്നയുടെ ഉദ്ദേശം? ജസ്ന വരയ്ക്കുന്ന പിക്ചർ മാത്രം വിറ്റാൽ മതി എന്നാണോ? ഇവിടെ അങ്ങനെ ഒരാൾക്ക് മാത്രമായിട്ടൊരു ബിസിനസ് ഉണ്ടോ? എന്തും എല്ലാവർക്കും എടുക്കാവുന്ന ഒരു കാര്യമല്ലേ. ഇപ്പോൾ തുണി വിൽപ്പനയാകട്ടെ, ജ്വല്ലറി വിൽപ്പനയാകട്ടെ, മീൻ വിൽപ്പനയാകട്ടെ, എന്തിനും ഒരു കോമ്പറ്റീറ്റർ ഉണ്ടാവില്ലേ? അതിനെ ഓവർകം ചെയ്യുക എന്നുള്ളതല്ലേ ലക്ഷ്യം. നിന്റെ പിക്ചർ നല്ലതാണെങ്കിൽ നിൻ്റെത് വാങ്ങിക്കും. നിന്റെ പിക്ചർ വാങ്ങി വെച്ചാൽ ലക്കുണ്ടെങ്കിൽ അത് ആളുകൾ കൂടുതൽ അട്രാക്ട് ചെയ്യും, വാങ്ങിക്കും. നാക്കിൽ നിന്ന് വീഴുന്ന വികട സരസ്വതി കണ്ടാൽ ചത്ത് കിടക്കുന്ന ശവവും എഴുന്നേറ്റ് ചെവിക്കിന് പുളക്കൊരെണ്ണം കൊടുക്കുമെന്നുള്ളത് ഇവർക്ക് ബോധം വരാത്തത് കഷ്ടം തന്നെ. എന്തായാലും കൊയിലാണ്ടിക്കാർക്ക് നല്ല ഗിഫ്റ്റാണ് ഈ സ്ത്രീ. നിങ്ങളെ കൊണ്ട് സാധിക്കാത്തത് കൊണ്ടാണ് ഈ വൃത്തികെട്ട സത്വം വീണ്ടും വീണ്ടും ആ സ്ത്രീയെ ഇങ്ങനെ അവഹേളിക്കുന്നത്. മക്കളില്ലാതെ വരുന്നത് ഒരു കുറ്റമൊന്നുമല്ല, അത് ഓരോ അവസ്ഥയാണ്. ചിലരുടെ ശരീരഘടന അങ്ങനെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ദീപ്തിയുടെ വീഡിയോ ഒന്ന് പോയി കാണുക. അതിനകത്ത് കൃത്യമായി അവൾ വിവരിച്ചിട്ടുണ്ട്. അത് ശരീരത്തിൽ ഗർഭാശയമില്ലാഞ്ഞിട്ടൊന്നുമല്ല. ക്യാൻസർ ഇല്ലാത്തൊരു വ്യക്തിയെ ക്യാൻസർ പേഷ്യൻ്റ് എന്ന് കളിയാക്കുന്നു. ക്യാൻസർ എന്താണെന്ന് പോലും അറിയാത്തൊരു വ്യക്തിയുടെ ഗർഭപാത്രം ക്യാൻസർ ആണെന്ന് പറഞ്ഞുകൊണ്ട് റിമൂവ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അഭിമാനപൂർവ്വം അതിനെ കളിയാക്കുന്നു. ഇവർക്ക് എന്താണ്, ഭ്രാന്താണോ? ഇത് അനുവദിച്ചു കൊടുക്കുന്നത് ആരാണ്? എന്തിനാണ് ഈ വൾഗാരിറ്റി ഇങ്ങനെ സഹിക്കേണ്ടി വരുന്നത്? എന്തുകൊണ്ടാണ് പ്രിയ വന്ന് തരുമ്പോൾ പോലീസ് കേസ് എടുക്കാത്തത്? മനുഷ്യത്വരഹിതമായ ഒരു നീക്കമല്ലേ അത്? മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടേണ്ട കേസല്ലേ ഇത്? ഒരു സ്ത്രീയുടെ അവസ്ഥയെ നിരന്തരം കുത്തിക്കാണിച്ചുകൊണ്ട് വളരെ മോശപ്പെട്ട രീതിയിൽ അവഹേളനപരമായി പറയുന്നത് ശരിയാണോ? എന്താണ് ഇതിനൊരു നടപടി? ആരാണ് ഇതിനൊരു മൂക്ക് കയറിടുക? ഇങ്ങനെ അടിച്ചു വിട്ടിരിക്കുന്ന രണ്ടും കെട്ടൊരു വെടലയെ അത് കേട്ട് കൂടെ ഇരുന്ന് ചിരിക്കാൻ ഒരു വധൂരി. ഒന്ന് ഓർത്ത് നോക്കിക്കാണ്. അവനെങ്കിലും ഒരു കോമൺ സെൻസ് വേണ്ടേ? ഒരല്പം എന്താണ് ചെയ്യുന്നതെന്നൊരു ഇത് വേണ്ടായോ? മറ്റൊരാളുടെ കുറവുകളെ, അയാളുടെ ബുദ്ധിമുട്ടുകളെ, അതിനെയാണോ പരാമർശിക്കേണ്ടത്? എന്തെല്ലാം നമുക്ക് പറയാം, എന്തെല്ലാം പറയാം. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കസർത്തുകളൊക്കെ ഇവളും പറയുന്നു, അവളും പറയുന്നു. അതിനിതാണോ ഭാഷ? ഇതാണോ ഒരാളുടെ കുറവാണോ? നാളെ ഈ കുഞ്ഞുങ്ങൾക്ക് എന്ത് വരില്ലെന്ന് ആര് കണ്ടു? ഇവളുടെ കൂടെയുള്ള 2 കുട്ടികൾ ഇല്ലാണ്ടായിപ്പോയാൽ ഇവളും സെയിം അല്ലേ? അതെന്താണ് ഇവൾ ആലോചിക്കാത്തത്? എന്താണെന്ന് അറിയത്തില്ല. കണ്ടപ്പോൾ വല്ലാത്തൊരു ഇറിറ്റേഷൻ തോന്നിയതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. കൂടെ ദീപ്തിക്ക് തീർച്ചയായിട്ടും ഉടനെ തന്നെ ഒരു കുഞ്ഞുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രീറ്റ്മെൻ്റ് നടത്തുന്നുണ്ട്. അപ്പോൾ ആ വിഷയം ഞാൻ ഇതിനകത്ത് കണ്ടതുകൊണ്ട് ഞാനിപ്പോൾ ഇതിനകത്തൊരു വീഡിയോ ചെയ്തു എന്നേ ഉള്ളൂ. നിങ്ങളെല്ലാവരും പോയി കാണുക. അവളും ഇത് പറയുന്നുണ്ട്, എല്ലാവരും കാണണം, എൻകറേജ് ചെയ്യണം, കൺഗ്രാജുലേറ്റ് ചെയ്യണമെന്ന്. കുഞ്ഞാകട്ടെ, കൺഗ്രാജുലേറ്റ് ചെയ്യാം. പക്ഷേ ഈ വിഷയം നിങ്ങൾ ശ്രദ്ധിക്കണം പ്ലീസ്. ഇത് കൊയിലാണ്ടിലുള്ള പെണ്ണുങ്ങളൊന്ന് ടേക്ക് കെയർ ചെയ്യേണ്ട കാര്യമാണ്. കുഞ്ഞില്ലാത്തവരൊക്കെ അത് ഓർത്തിരുന്ന് വിഷമിക്കാതെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കൂ എന്നാണ് ദീപ്തി പറയുന്നത്. കുട്ടികളില്ലാത്തവർ ധൈര്യസമേതം ട്രീറ്റ്മെൻറ്റ് എടുക്കുക. കുഞ്ഞുണ്ടാകുന്നതാണ് ഒരു പെണ്ണിൻ്റെ ഏറ്റവും വലിയ സന്തോഷം. അങ്ങനെ അല്ലാണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കത് കഴിവില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിന് സങ്കടപ്പെടേണ്ട ഒരു കാര്യവുമില്ല. അതൊരു വിഷമഘട്ടം ആണ്. എന്നാലും നമുക്ക് മറ്റൊരു കുഞ്ഞിന് ജീവിതം കൊടുക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ ഓർത്ത് വയ്ക്കുക. ഈ തീർത്തും പരാജിതരായിട്ട് നിന്ന് കരയാൻ സാഹചര്യം ഒരുക്കാതിരിക്കുക. ഇത്തരം 3rd ക്ലാസ് വിമൻസിൻ്റെ കൂടെ ഒരു കോമ്പറ്റീഷന് പോകാതെ, ചകടയ്ക്ക് പോകാതെ അവനവൻ്റെ വഴി നോക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. രണ്ടുപേരും തമ്മിലുള്ള വഴക്ക് തീരുകയില്ല എന്നാണ് എനിക്ക് ബോധ്യപ്പെട്ടത്. അത് ഇടപെടൽ നടത്തി സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു അനിവാര്യ ഘട്ടമുണ്ട്. അറ്റ്ലീസ്റ്റ് ആ പഞ്ചായത്തിലൊന്നും ആരും ഇല്ലയോ? പഞ്ചായത്ത് പ്രസിഡന്റൊന്നും ഇല്ലയോ? ഈ സ്ത്രീ ഇങ്ങനെ നിരന്തരം ഇരുന്നുകൊണ്ട് ഒരു പെൺകുട്ടിയുടെ അവളുടെ ആ സ്ത്രീത്വത്തെ അപമാനിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് എന്ത് പോഷത്തരമാണ്? ഇത്രയും വൃത്തികെട്ടൊരു ജന്തു. ഏതായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.